ഈശോയിൽ പ്രിയ സഹോദരി, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈശോയാണ് എന്റെ പ്രത്യാശ എന്ന വിഷയത്തെ കുറിച്ചാണ്. ദൈവിക പുണ്യങ്ങളിൽ ഒന്നാണ് പ്രത്യാശ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. ഏശയ്യ 40:31. ഈ വചനം എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അതെ, യഥാർത്ഥ പ്രത്യാശ അത് ഒരാളിൽ മാത്രം. അത് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൽ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. രോഗം വന്നാലും കഷ്ടം വന്നാലും പേടി വന്നാലും ഞാൻ ധൈര്യമായി പറയുന്ന വാക്ക് എന്റെ പ്രത്യാശ ഈശോയിലാണ്. ബൈബിളിൽ പറയുന്ന പോലെ കൊടുങ്കാറ്റിനിടയിൽ പേടിച്ച ശിഷ്യന്മാരെ രക്ഷിച്ചത് ഈശോ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 ഭക്ഷിപ്പിച്ചതും ഈശോ. മരിച്ച ലാസറിനെ ജീവിപ്പിച്ചതും ഈശോ. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും ആശ്രയിക്കാൻ കഴിയുന്നവൻ ഈശോ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ബൈബിളിലെ പല കഥാപാത്രങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അവർ യേശുവിനെ കണ്ടുമുട്ടിയതും അവരുടെ കണ്ണുകൾ യേശുവിനെ കണ്ടതും. അതിനാൽ എന്റെ ചിന്തകൾ, എന്റെ ഹൃദയം, എന്റെ കണ്ണുകൾ ഒന്ന് മാത്രമേ നോക്കുകയുള്ളൂ, രക്ഷകനായ യേശു ക്രിസ്തുവിൽ. യോഹന്നാൻ 14:6 യേശു ഇപ്രകാരം പറയുന്നു, ഞാനാണ് വഴിയും സത്യം ജീവനും. നമുക്കൊന്ന് ചുറ്റും കണ്ണോടിക്കാം. പരീക്ഷയിൽ തോറ്റ് വിഷമിക്കുന്ന കുട്ടികൾ, രോഗത്താൽ വലയുന്നവർ, യുദ്ധത്താൽ വലയുന്നവർ, ജീവിതത്തിൽ ഭയപ്പെടുന്നവർ, എല്ലാവർക്കും വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, പ്രത്യാശ. ആ പ്രത്യാശ മനുഷ്യർ കൊടുക്കില്ല, ധനം കൊടുക്കില്ല, ബലം കൊടുക്കില്ല, വിജയം കൊടുക്കില്ല. യഥാർത്ഥ പ്രത്യാശ നൽകാൻ കഴിയുന്നവൻ ഈശോ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യോന പ്രവാചകന്റെ കഥ നമുക്കറിയാമല്ലോ. കടലിൽ വലിയ കൊടുങ്കാറ്റടിച്ചു. അവൻ കടലിൽ വീണപ്പോൾ ദൈവം ഒരുക്കിയ വലിയ മീൻ അവനെ വിഴുങ്ങി. 3 ദിവസം യോന മീനിന്റെ വയറ്റിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ നിലവിളി കേട്ടു. യോന 2:2 യോന പ്രവാചകൻ തന്നെ നമ്മോട് പറയുന്നു, എന്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു, എനിക്ക് അവിടുന്ന് ഉത്തരം അരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, എന്റെ നിലവിളിയാൽ അവിടുന്ന് കേട്ടു. അതിനാൽ എന്റെ ജീവിതം ഭയമല്ല, വിശ്വാസമാണ്. നിരാശയല്ല, പ്രത്യാശയാണ്. ആ പ്രത്യാശയുടെ നാമം യേശു ക്രിസ്തു. ജയ് ക്രൈസ്റ്റ്.